ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓഫ് കൊളോയിഡ്സ് ബേസ്ഡ് ഓൺ ഇൻ്ററാക്ഷൻ ബിറ്റ്വീൻ ഡിസ്പേഴ്സ്ഡ് ഫേസ് ആൻഡ് ഡിസ്പേർഷൻ മീഡിയമാണ് പഠിച്ചത്. ലയോഫിലിക് ആൻഡ് ലയോഫോബിക് അതിൻ്റെ ഡിസ്റ്റിങ്ഷനൊക്കെ നമ്മൾ പഠിച്ചു. സോൾവൻ ലവിങ് കൊളോയിഡ്സ് ആണ് ലയോഫിലിക്, സോൾവൻ ഹേറ്റിംഗ് കൊളോയിഡ്സ് ആണ് ലയോഫോബിക്. പിന്നെ അതിൻ്റെ കുറേ ഡിസ്റ്റിങ്ഷൻ പോയിൻറ്റ്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഇന്ന് നമ്മൾ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ദ ടൈപ്പ് ഓഫ് പാർട്ടിക്കിൾസ് ഓഫ് ഡിസ്പേഴ്സ്ഡ് ഫേസ് ഇതിനെക്കുറിച്ചിട്ടാണ് പഠിക്കാൻ പോണത്. ഇപ്പം പാർട്ടിക്കിൾ ടൈപ്പിനെ ബേസ് ചെയ്ത്, അതായത് ഡിസ്പേഴ്സ്ഡ് ഫേസിലെ പാർട്ടിക്കിൾസിനെ ബേസ് ചെയ്ത് മൂന്നായ ക്ലാസിഫൈ ചെയ്തിരിക്കുന്ന മൾട്ടി മോളിക്കുലർ, മാക്രോ മോളിക്കുലർ ആൻഡ് അസോസിയേറ്റഡ് കൊളോയിഡ്സ്. അപ്പോൾ ആദ്യം നമുക്ക് മൾട്ടി മോളിക്കുലർ കൊളോയിഡ്സ് എന്താണെന്ന് നോക്കാം. മൾട്ടി മോളിക്കുലർ കൊളോയിഡ്സ് ഫോം ചെയ്യുന്നത് ചെറിയ ചെറിയ ആറ്റംസ് അല്ലെങ്കിൽ ചെറിയ ചെറിയ മോളിക്യൂൾസ് കൂടി ചേർന്ന് വലിയ മോളിക്യൂളായി മാറും. അതിൻ്റെ ഡയമെൻഷൻ ലെസ് ദാൻ 1 നാനോമീറ്റർ ആയിരിക്കും. അങ്ങനെയുള്ള കൊളോയിഡ്സിന് പറഞ്ഞ പേരാണ് മൾട്ടി മോളിക്കുലർ കൊളോയിഡ്സ്. ഇപ്പോൾ മൾട്ടി മോളിക്കുലർ കൊളോയിഡ്സ് ഫോം ചെയ്യുന്നത് എങ്ങനെയാണ്? സ്മോൾ ആറ്റംസ് അല്ലെങ്കിൽ സ്മോൾ മോളിക്യൂൾസ് ജോയിൻ ചെയ്ത് വലിയ സൈസുള്ള മോളിക്യൂളായി കൊളോയിഡൽ റേഞ്ചിൻ്റെ മോളിക്യൂളായി മാറും. ലെസ് ദാൻ 1 നാനോമീറ്റർ ഡയമീറ്റർ വരുന്ന പാർട്ടിക്കിൾ സൈസുള്ള റേഞ്ചിലേക്ക് വരും. അവർക്ക് പറയുന്ന പേരാണ് മൾട്ടി മോളിക്കുലർ കൊളോയിഡ്സ്. അപ്പോൾ മൾട്ടി മോളിക്കുലർ കൊളോയിഡ്സിനകത്ത് എങ്ങനെയാണ് അവരുടെ ഫോമേഷൻ? എ ലാർജ് നമ്പർ ഓഫ് ആറ്റംസ് ഓർ സ്മോളർ മോളിക്യൂൾസ് ഓഫ് എ സബ്സ്റ്റൻസ് aggregate together. Aggregate means join together to form species having size in the colloidal range, diameter less than 1 nanometer. The species thus formed are called multimolecular colloids. An example are gold sol, sulfur sol, etc. ഇനി അടുത്തത് മാക്രോമോളിക്കുലർ കൊളോയിഡ്സ് എന്താണെന്ന് നോക്കാം. മാക്രോമോളിക്യൂൾസ്, മാക്രോ മീൻസ് ലാർജ്, പോളിമർ ടൈപ്പ് എല്ലാം വരുന്നത് മാക്രോ മോളിക്യൂൾസിനകത്താണ്. അപ്പോൾ ഇവിടെ പാർട്ടിക്കിൾ മോളിക്യൂൾസ് അഗ്രിഗേറ്റ് ചെയ്ത് ഫോം ചെയ്യുന്നത് കൊളോയിഡൽ റേഞ്ചിലുള്ള പാർട്ടിക്കിൾസ് ആയിരിക്കും ഫോം ചെയ്യുക. മൾട്ടി മോളിക്കുലറിനകത്ത് അഗ്രിഗേറ്റ് ചെയ്ത് ഫോം ചെയ്ത് ലെസ് ദാൻ 1 നാനോമീറ്റർ ആണ്. പക്ഷേ മാക്രോ മോളിക്കുലർ കൊളോയിഡ്സിനകത്ത് ആറ്റംസ് അല്ലെങ്കിൽ മോളിക്യൂൾസ് അഗ്രിഗേറ്റ് ചെയ്ത് ഫോം ചെയ്യുന്ന പാർട്ടിക്കിൾ ഡയമെൻഷൻ എത്രയായിരിക്കും? കൊളോയിഡൽ റേഞ്ചിലുള്ള ഇൻ ബിറ്റ്വീൻ 1 to 1000 നാനോമീറ്റർ ആയിരിക്കും. അവരുടെ പ്രത്യേകത അവർ ഹൈ മോളിക്കുലർ മാസ് ഉള്ളവരായിരിക്കും. അതെല്ലാ പോളിമേഴ്സും അതിനകത്ത് വരുന്നതാണ്. അങ്ങനെയുള്ള കൊളോയിഡ്സിന് പറഞ്ഞ പേരാണ് മാക്രോ മോളിക്കുലർ കൊളോയിഡ്സ്. എക്സാമ്പിളാണ് സ്റ്റാർച്ച്, സെല്ലുലോസ്, പ്രോട്ടീൻസ്, എൻസൈംസ് ആൻഡ് ഓൾ പോളിമേഴ്സ് ലൈക്ക് പോളിയെത്തീൻ, പോളിപ്രോപ്പിലീൻ, ഇവരെല്ലാം പോളിമേഴ്സിനകത്ത് വരുന്നതാണ്. അതെല്ലാം മാക്രോ മോളിക്കുലർ കൊളോയിഡ്സ് ആണ്. പോളിമേഴ്സിന് പറയുന്ന മറ്റൊരു പേര് മാക്രോ മോളിക്യൂൾസ് ആണ്. അപ്പോൾ അത് കൊളോയിഡൽ ഡയമെൻഷനിൽ വരുമ്പോൾ അവർക്ക് എന്താ പേര് പറയുക? മാക്രോ മോളിക്കുലർ കൊളോയിഡ്സ്. അപ്പോൾ മാക്രോ മോളിക്യൂൾസ് ഇൻ suitable solvents form solutions in which the size of the macromolecules may be in the colloidal range. They have high molecular masses. Such systems are called macromolecular colloids. ഇനി അടുത്തത് അസോസിയേറ്റഡ് കൊളോയിഡ്സ് അല്ലെങ്കിൽ മിസൽസ്. ഇത് ഒത്തിരി ഇമ്പോർട്ടൻ്റാണ്, എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ്. ഇവരുടെ പ്രത്യേകത ലോ കോൺസെൻട്രേഷനിൽ ഇവർ നോർമൽ ഇലക്ട്രോലൈറ്റായിട്ട് ബിഹേവ് ചെയ്യും. ഹയർ കോൺസെൻട്രേഷനിൽ ഇവർ കൊളോയിഡൽ പാർട്ടിക്കിൾസ് ആയിട്ട് ബിഹേവ് ചെയ്യും. അങ്ങനെയുള്ളവരെയാണ് അസോസിയേറ്റഡ് കൊളോയിഡ്സ് എന്ന് പറയുക. അഗ്രിഗേറ്റ് ചെയ്യുന്ന പാർട്ടിക്കിൾസിന് പറഞ്ഞ പേരാണ് മിസൽസ്. അതിന് അസോസിയേറ്റഡ് കൊളോയിഡ്സിന് എക്സാമ്പിളാണ് സോപ്പ് ആൻഡ് ഡിറ്റർജൻസ്. അപ്പോൾ അസോസിയേറ്റഡ് കൊളോയിഡ്സിൻ്റെ പ്രത്യേകത ദേ ബിഹേവ് ആസ് നോർമൽ ഇലക്ട്രോലൈറ്റ്സ് അറ്റ് ലോവർ കോൺസെൻട്രേഷൻ ബട്ട് ബിഹേവ്സ് ആസ് കൊളോയിഡ്സ് അറ്റ് ഹയർ കോൺസെൻട്രേഷൻ. സച്ച് കൊളോയിഡ്സ് ആർ കോൾഡ് അസോസിയേറ്റഡ് കൊളോയിഡ്സ് ആൻഡ് അഗ്രിഗേറ്റഡ് പാർട്ടിക്കിൾസ് ആർ കോൾഡ് മിസൽസ്. എക്സാമ്പിൾ ഏതൊക്കെയാണ്? സോപ്പ് ആൻഡ് ഡിറ്റർജൻസ്. അപ്പോൾ there are some substances which at lower concentrations behave as normal strong electrolytes but at higher concentrations exhibit colloidal behavior due to the formation of aggregates. Such colloids are called associated colloids. The aggregated particles are called micelles. An example ആണ് soaps and detergents. ഇനി ഈ മിസൽ എങ്ങനെ ഫോം ചെയ്യുന്നു എന്ന് നോക്കാം.
സോപ്പ് എന്ന് പറയുന്നത് നമുക്കറിയാം സോഡിയം ഓർ പൊട്ടാസ്യം സോൾട്ട് ഓഫ് ഹയർ ഫാറ്റി ആസിഡ് ആണ്. അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് RCOO(Na) എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുക. അപ്പം വെള്ളം സോപ്പ് തമ്മിൽ മിക്സ് ചെയ്ത് കഴിയുമ്പം സ്റ്റിയറേറ്റ് അയോൺ RCOO- CO- R പാർട്ടുമാണ് ഈ കൊടുത്തേക്കുന്നത്. അതിൽ R പാർട്ട് എന്ന് പറയുന്നത് ഹൈഡ്രോ കാർബൺ പാർട്ടാണ്, COO- എന്ന് പറയുന്നത് പോളാർ പാർട്ടുമാണ്. അപ്പോൾ ലൈക്ക് ഡിസോൾവ്സ് ലൈക്ക് ആണ്. അപ്പോൾ എങ്ങനെയാണ് ഈ സോപ്പ് അഴുക്കിനെ റിമൂവ് ചെയ്യുക? അപ്പോൾ ഈ R പാർട്ട്, അതായത് ഒരു പെർട്ടിക്കുലർ കോൺസെൻട്രേഷൻ കോൾഡ് ക്രിട്ടിക്കൽ മിസൽ കോൺസെൻട്രേഷനും ക്രാഫ്റ്റ് ടെമ്പറേച്ചറിലും വെച്ച് ഈ R പാർട്ടെല്ലാം, ആ ടെയിൽ കണ്ടോ അകത്തോട്ട് വന്നേക്കുന്ന ഈ R പാർട്ടെല്ലാം അകത്തേക്ക് പുള്ള് ചെയ്യും, CO- എല്ലാം പുറത്തേക്ക് പുള്ള് ചെയ്ത് ഒരു സ്പെറിക്കൽ ഷേപ്പിലേക്ക് വരും. ആ ചിത്രം നിങ്ങൾ കണ്ടില്ലേ? അപ്പോൾ CO- പോളാർ പാർട്ടുമായിട്ട് ആക്ട് ചെയ്യും, R പാർട്ട് നോൺ പോളാർ ആണ്. അപ്പോൾ അഴുക്കിനകത്തുള്ള പോളാറുമായിട്ട് CO- ഇൻറ്ററാക്ട് ചെയ്ത് അഴുക്കിനെ റിമൂവ് ചെയ്യും. നോൺ പോളാർ ആയിട്ടുള്ള R പാർട്ട് അഴുക്കിനകത്തുള്ള ഓയിൽ പോലുള്ള നോൺ പോളാർ ഡേർട്ടുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്ത് അതിനെ റിമൂവ് ചെയ്യും. അപ്പോൾ മിസൽ ഫോം ചെയ്യുന്നത് എപ്പോഴാണ് ഫോം ചെയ്യുന്നത്? അറ്റ് എ പെർട്ടിക്കുലർ ടെമ്പറേച്ചർ കോൾഡ് ക്രാഫ്റ്റ് ടെമ്പറേച്ചർ ആൻഡ് എബവ് എ പെർട്ടിക്കുലർ കോൺസെൻട്രേഷൻ കോൾഡ് ക്രിട്ടിക്കൽ മിസൽ കോൺസെൻട്രേഷൻ CMC. അന്നേരമാണ് മിസൽ ഫോം ചെയ്യുന്നത്. ഇപ്പോൾ സോപ്പ് എന്ന് പറയുന്നത് എന്താ? സോഡിയം ഓർ പൊട്ടാസ്യം സോൾട്ട് ഓഫ് ഹയർ ഫാറ്റി ആസിഡ് ആണ്. റെപ്രസെൻ്റ് ചെയ്യുന്നത് RCOO(Na) ആണ്. സോഡിയം സ്റ്റിയറേറ്റ് ആണ്, CH3CH2 16COO(Na). ഈ സോപ്പ് വെള്ളത്തിൽ ഡിസോസിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്താ സംഭവിക്കുക? When it is dissolved in water, it dissociates into RCOO- and Na+. The RCOO- ions, however, consist of two parts. A long hydrocarbon chain R called non-polar tail, which is hydrophobic. R part non-polar ആണ്, അത് ഓർഗാനിക് പാർട്ടാണ്, അത് വാട്ടർ റിപ്പല്ലിംഗ് ആണ്. ആൻഡ് പോളാർ ഗ്രൂപ്പ് COO- അത് വാട്ടർ ലവിങ് ആണ്, ഹൈഡ്രോഫിലിക് ആണ്. അപ്പോൾ RCOO- Na+ഉം അയണൈസ് ചെയ്തതിൽ R പാർട്ട് വാട്ടർ റിപ്പല്ലിംഗ് നോൺ പോളാർ പാർട്ടും COO- പോളാർ വാട്ടർ ലവിങ് പാർട്ടുമാണ്. ഇനി നോക്കിയേ എങ്ങനെയാണ് ഹൈഡ്രോഫോബിക്കും കൊടുത്തേക്കുന്നത്. ഈ ടെയിലിൻ്റെ അറ്റത്തേക്ക് വരുന്നതാണ് R പാർട്ട്, അത് ഹൈഡ്രോഫോബിക് ആണ്. ഈ ബ്ലാക്ക് റൗണ്ട് പോലെ കൊടുത്തിരിക്കുന്നതാണ് COO- ഗ്രൂപ്പ്, പോളാർ പാർട്ടിനെ കാണിച്ചിരിക്കുന്നത്, അത് ഹൈഡ്രോഫിലിക്കുമാണ്. എന്നിട്ട് ക്രിട്ടിക്കൽ മിസൽ കോൺസെൻട്രേഷനിലും ക്രാഫ്റ്റ് ടെമ്പറേച്ചറിലും അത് സ്പെറിക്കൽ ഷേപ്പ് അസ്യൂം ചെയ്ത് ആ COO- സ്പിയേഴ്സ് എല്ലാം പുറത്തേക്ക് വന്നേക്കുന്നുണ്ടോ? COO- എല്ലാം പുറത്തേക്ക്, ആ വാല് ടെയിൽ പാർട്ട് അകത്തേക്ക് പുള്ള് ചെയ്ത്, അതാണ് R പാർട്ട്. സർഫസ് അതായത് സ്പെറിക്കൽ ഷേപ്പിലേക്ക് വരികയും ചെയ്തു. RCOO- ions are present on the surface with the COO- groups in water, and the hydrocarbon chains R stay away from it and remains at the surface. But at critical missile concentration, the anions are pulled into the bulk of the solution and aggregate to form a spherical shape with the hydrocarbon chains pointing towards the center of the sphere, with COO- part remaining outward on the surface of the sphere. An aggregate thus formed is known as ionic missile. These particles may contain as many as 100 such ions. ഇപ്പോൾ ക്രാഫ്റ്റ് ടെമ്പറേച്ചറിലും ക്രിട്ടിക്കൽ മിസൽ കോൺസെൻട്രേഷനിലും എന്താ സംഭവിക്കുക? R പാർട്ടെല്ലാം ഇൻറ്റീരിയറിലേക്ക് പുള്ള് ചെയ്യുകയും COO- എല്ലാം പുറത്തേക്ക് വന്ന് ഒരു സ്പെറിക്കൽ ഷേപ്പ് അസ്യൂം ചെയ്യും. അതിൽ R നോൺ പോളാർ ആണ്, അത് ഡേർട്ടിലെ നോൺ പോളാർ പാർട്ടുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യും. COO- പോളാർ ആണ്, അത് ഡേർട്ടിനകത്തുള്ള പോളാർ പാർട്ടുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്ത് അഴുക്കിനെ റിമൂവ് ചെയ്യുന്നു. ഇനി ഇതാണ് സോപ്പിൻ്റെ ക്ലെൻസിങ് ആക്ഷൻ. ഇപ്പോൾ ക്ലെൻസിങ് ആക്ഷനകത്ത് എന്താ സംഭവിച്ചേക്കുന്നത്? The cleansing action of soap is due to the fact that soap molecules form micelle around the oil droplet in such a way that hydrophobic part of the stearate ion is in the oil droplet and hydrophilic part projects out of the grease droplets like the bristles. Since the polar groups can interact with water, the oil droplets surrounded by stearate ions is now pulled in water and removed from the dirty surface.
അപ്പം അയണിക് മിസല് എങ്ങനെയാണ് ഡേർട്ടിനെ റിമൂവ് ചെയ്യുന്നത്? അത് ആർ പാർട്ട് നോൺ പോളാർ പാർട്ടാണ്. അത് ഡേർട്ടിനകത്തുള്ള ഓയിൽ ഗ്രീസ് പോലുള്ള സാധനമായിട്ട് ഇൻ്ററാക്ട് ചെയ്തു സർഫസ് ഇൻ്റർഫേഷ്യൽ ടെൻഷൻ കുറച്ച് അതിനെ റിമൂവ് ചെയ്ത് കളയുക ചെയ്യുന്നത്. എന്നാൽ പോളാർ പാർട്ട് CO- ഇൻ്ററാക്ട് ചെയ്ത് അഴുക്കിനകത്തുള്ള പോളാർ ആയിട്ടുള്ള സാധനങ്ങളെ റിമൂവ് ചെയ്യുകയും ചെയ്യും. ഇതാണ് ക്ലെൻസിങ് ആക്ഷൻ ഓഫ് സോപ്പ്. അപ്പം മിസൽ എന്താണ്, അസോസിയേറ്റഡ് കൊളോയിഡ് എന്താണ്, ക്ലെൻസിങ് ആക്ഷൻ ഓഫ് സോപ്പ് എങ്ങനെയാണ്, ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്, ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അസോസിയേറ്റഡ് കൊളോയിഡിൻ്റെ പ്രത്യേകത എന്താ? അറ്റ് low concentration they behave as normal electrolyte, but at higher concentration they behave as colloids. അങ്ങനെയുള്ള കൊളോയിഡ്സിനെയാണ് അസോസിയേറ്റഡ് കൊളോയിഡ്സ് എന്ന് പറയുക. അഗ്രഗേറ്റ് ചെയ്യുന്ന പാർട്ടിക്കിൾസിന് പറഞ്ഞ പേരാണ് മിസൽ. ഇനി മിസൽ നമ്മൾ സോപ്പും ഡിറ്റർജൻറ്റും അസോസിയേറ്റഡ് കൊളോയിഡ്സിൽ വരുന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ അത് ബേസ് ചെയ്ത് നമ്മൾ എക്സ്പ്ലനേഷൻ നടത്തിയതാണ്. സോപ്പ് എന്ന് പറയുന്നത് RCONA, അത് അയണൈസ് ചെയ്ത് RCO- Na+ ആയി മാറും. ഇതിൽ RCO- 2 പാർട്ടുണ്ട്, പോളാറുണ്ട്, നോൺ പോളാറുണ്ട്. ആർ പാർട്ടാണ് നോൺ പോളാർ, CO- പോളാറാണ്. അപ്പോൾ അഴുക്കുമായിട്ട് ഇൻ്ററാക്ട് ചെയ്യുമ്പം ആർ പാർട്ട് അഴുക്കിനകത്തുള്ള ഓയിലി ആയിട്ടുള്ള സാധനങ്ങൾ റിമൂവ് ചെയ്യും. CO- അഴുക്കിനകത്തുള്ളതായ പോളാറുകൾ ഇമ്പ്യൂരിറ്റീസിനെ റിമൂവ് ചെയ്യും. അങ്ങനെയാണ് ക്ലെൻസിങ് ആക്ഷൻ നടക്കുക. ഇത് ക്ലിയർ ആയെന്ന് കരുതുന്നു.